ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ അതുപോലെ തന്നെ നീറ്റ് ആസ്പിറൻസിന് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതിലൊക്കെ ഫുള്ള് ഇപ്പോൾ നീറ്റ് എക്സാമിന് റീനീറ്റ് നടത്തുമോ, അതുപോലെ തന്നെ റിസൾട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യുമോ, റാങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ, അതിനിടയിലുള്ള ന്യൂസാണ്. ഒരുപാട് സങ്കടം തോന്നിയ ഒരു ന്യൂസാണ്. അതായത് 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലിപ്പോൾ വന്നതാണ്. 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഒരു നീറ്റ് ആസ്പിറൻറ്റ് എന്ന നിലയിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരു നീറ്റൊക്കെ വീണ്ടും നമുക്ക് എഴുതാവുന്നതാണ്. എന്താ പറയുക, മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടാതായാലോ അത് വീണ്ടും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീണ്ടും എന്തിനാണ് ഈ ആത്മഹത്യ എന്നുള്ള ഓപ്ഷന് ചൂസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ഇത് രാജസ്ഥാനുള്ള 2 സ്റ്റുഡൻസാണ്. ഒന്ന് ദോസ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ സ്ഥലത്താണ് ഒരു ആൺകുട്ടി, അതായത് ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടിയതാണ് എന്നാണ് ന്യൂസിലുള്ളത്, മാർക്ക് കുറവായതിൻ്റെ പേരിൽ. അതുപോലെ കോട്ടയിൽ ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. 2 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അതായത് നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതാണ് കാരണം എന്നാണ് ന്യൂസിലൊക്കെ കാണിക്കുന്നത്. അതും ഈ നീറ്റ് എക്സാമിൻ്റെ പേരിലാണെന്ന് ഓർക്കണം. ഒരു എക്സാമിൻ്റെ പേരിൽ അത് വീണ്ടും നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. ഇത് ജെഇക്കാണെങ്കിൽ 2 ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇത് നീറ്റാണ്. നീറ്റിന് നമുക്ക് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എഴുതാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. വീണ്ടും എന്തിനാണ് ഈ ചോയ്സ് തിരഞ്ഞെടുത്തത്? പിന്നെ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസാണ് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ റാങ്ക് ഒരുപാട് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ന്യൂസിൽ ഉള്ള കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് 67 സ്റ്റുഡൻസിനായിട്ട് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. 67 സ്റ്റുഡൻസിനാണ് ഫസ്റ്റ് റാങ്ക്. അതായത് കഴിഞ്ഞ വർഷം 2 ആക്കിയതിന് അതും ഈ ഫസ്റ്റ് റാങ്ക് തന്നെ സെയിം സെൻറ്ററിലേക്കാരും 6 ആൾക്കാരും സെയിം സെൻറ്ററിലാണ്. അതുപോലെ ന്യൂസിൽ കണ്ടാട്ടാ ഈ 47 ആൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതാണ് കയ്യിൽ കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് 718 719 ആയതുകൊണ്ടാണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. 47 ആൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തതെന്നാണ് കാണിക്കുന്നത്. അതായത് അത് എന്തിൻ്റെ പേരിലാണ് വെച്ചാൽ NCERT ആൻസർ കീയിൽ അങ്ങനെ എന്തോ ആണ് ന്യൂസിൽ പറയുന്നത്. ആൻസർ POവിലാണ്. അതിൽ സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റാങ്കിന് ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ ടൈം തികയാത്തതിൻ്റെ പേരിലാണ്. അതായത് ഇതിന് മുന്നേ കോടതിൻ്റെ വിധി അനുസരിച്ചാണ് അത് കൊടുത്തത്. മുൻ വിധി എന്നൊക്കെ ന്യൂസിൽ കാണിക്കുന്നത്. അതുപോലെ ഈ 718 കൂടുതൽ പേർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് അതിലുള്ള സ്കോർ കാർഡ്. ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും 718. നമുക്കൊരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് 715 വരല്. ഇനി അഥവാ ഒന്ന് ഒഴിച്ചിട്ട് അതിനെ 716 വരല്. 718 അത് ഗ്രേസ് മാർക്ക് കൊടുത്ത് എന്ത് ബേസിലാണെന്നാണ് ഇതുവരേക്കും മനസ്സിലാവാത്തത്. ഇതിപ്പോൾ മുൻ കോടതിയിലെ എന്തോ വിധിനനുസരിച്ചാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇത് 718. ഈ 2 കാര്യത്തിലാണ് കൂടുതൽ യൂട്യൂബിലൊക്കെ ഇത് വരുന്നത്. റീടെസ്റ്റ് നടത്തുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലാബ് കാണാൻ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫുള്ളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിതാണ് കാണാൻ പറ്റാത്തത്. ഇപ്പോൾ മെയ് 4-ാം തീയതി, അതായത് പരീക്ഷ മെയ് 5-ാം തീയതിയാണല്ലോ നീറ്റ് എക്സാം. അതിൻ്റെ മുന്നേ പേപ്പർ ലീക്കായതിൻ്റെ ഒരു ഫോട്ടോ ആണ്. അതായത് ടെലിഗ്രാം ചാനലിലാണ് ഇത് കണ്ടത്. ഇതിപ്പോൾ ഫുള്ള് ഒരു നീറ്റ് ആസ്പിറൻ്റ് ആണ്, നിങ്ങൾക്കൊക്കെ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്, ഇത് ഷെയർ ചെയ്യുന്നുമുണ്ട്. അതായത് ഈ മെയ് 4-ന് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലീക്കായി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ഇത് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ ഇതുവരെയൊക്കെ ഒരു അനുകൂലില്ല. ഇനിയിപ്പോൾ ഉച്ചൻ്റെ ശേഷമൊക്കെ ആയപ്പോൾ വീണ്ടും ന്യൂസ് ചാനലിലൊക്കെ നമുക്കിത് ഫുള്ള് കാണാൻ കഴിയുന്നുണ്ട്.